ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിത്യയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒരാളുടെ പകയ്ക്കും വിട്ടുകൊടുക്കില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. അതുവരെ 1-2 ദിവസം ഞാനിവിടെ തന്നെ നിൽക്കാം. അമ്മേ, നമ്മുടെ കുടുംബത്തിൽ ഏത് തീരുമാനം എടുക്കുന്നത് അമ്മയല്ല. ഇവരുടെ കാര്യത്തിലും അമ്മ തീരുമാനം എടുത്തു. അമ്മ എടുക്കുന്ന തീരുമാനം മുമ്പിൽ നിന്ന് നടത്തുന്നു. ജീവൻ, ഇതിനേക്കാളും നല്ലൊരു കാര്യം ജ്യോതിക്ക് വേണ്ടി വേറെ ചെയ്യാനില്ല. വന്നിരുന്നു. ജീവനും മനു അകത്തുണ്ട്. ഞാൻ വല്ലാതെ പേടിച്ചു. രാവിലെ ജീവൻ വന്ന് അവനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് ഞാൻ കണ്ടുള്ളൂ. ഞാൻ വിളിച്ചിട്ട് അവൻ കേട്ടത് പോലുമില്ല. വന്നിട്ട് എന്താ അവര് സംസാരിക്കുന്നത്? ജീവൻ മനുവിനെ കൂട്ടിക്കൊണ്ടുവന്നതിൽ എല്ലാവർക്കും നല്ല എതിർപ്പുണ്ടായിരുന്നു. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുക. സാറ് അകത്തേക്ക് ചെല്ല. വേണ്ട, നമുക്ക് ഇവിടെ നിൽക്കാം. അവർക്ക് സംസാരിക്കാനുള്ളത് അവർ സംസാരിക്കട്ടെ. അമ്മേ, ആര് ചെയ്താലും ഇതൊരു നല്ല കാര്യല്ലേ? ജ്യോതിയെ കല്യാണം കഴിക്കേണ്ടത് മനു തന്നെയല്ലേ? എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം പറയാൻ പറ്റില്ല. രഘുവേട്ടൻ വരണം. ഇതൊക്കെ രഘുവേട്ടനും കൂടി ഉൾക്കൊള്ളാൻ പറ്റണം. അതിനെന്താ അമ്മേ, അച്ഛൻ വരട്ടെ. അച്ഛനോട് ഞാൻ സംസാരിക്കാം. ജ്യോതി, ഞങ്ങളെല്ലാവരും ഒന്ന് മാറിത്തരണം. നിങ്ങൾക്ക് മാത്രമായിട്ട് സംസാരിക്കണം. മോളെ, ഞങ്ങളെല്ലാവരും അവനോട് പുറത്തിരിക്കുക. അത് നിനക്കും പറ്റണം. മനു, എടാ, അവൾക്ക് കുറച്ച് സമയം കൊടുക്കും. നിസ്സാര വേദനയല്ലല്ലോ അവൾ ഇത്രയും നാൾ അനുഭവിച്ചത്. പക്ഷേ അവളെ കൂടെ കൂട്ടാമെന്ന് നീ പറഞ്ഞ തീരുമാനമുണ്ടല്ലോ, അവിടെ മോനെ ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യുന്നു. പ്രായശ്ചിത്തം ചെയ്യുന്നവരോട് പൊറുക്കണമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഹരി, ഒരു മിനിറ്റ്. മനുവും ജ്യോതിയും ഒരുമിച്ച് ചേരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം നിത്യയുടെ മനസ്സ് മാറാൻ അനുവദിക്കരുത്. ഇപ്പം മനുവിനോട് ജീവൻ ക്ഷമിച്ചതുപോലും നിത്യയിലേക്കുള്ള വഴി തുറന്നു കിട്ടാൻ വേണ്ടിയാണ്. അതെനിക്കറിയാം സാറ്. ഒരു ഘട്ടത്തിൽ ജീവൻ മാറിയിരിക്കുന്നു എന്ന് പോലും ഞാൻ വിശ്വസിച്ചു പോയി. പക്ഷേ ഇന്നലെ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. അവന് ഒരു മാറ്റവും. അവന് വേണ്ടത് ആളുകളുടെ രക്തവും ജീവനുമാണ്. അതിനുവേണ്ടി അവൻ എന്ത് തന്ത്രവും കാണിക്കും. ഹരി,
സുജാതാന്റിക്ക് പരിധികളുണ്ട്. അതിനപ്പുറത്തേക്ക് ജീവന്റെ കൈ നീണ്ടാൽ നിത്യയെ സംരക്ഷിക്കാൻ ഹരിക്ക് പറ്റുമോ? പറ്റും. ജീവൻ മാറിയില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഞാനത് തീരുമാനിച്ചത്. നിത്യയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒരാളുടെ പകയ്ക്കും വിട്ടുകൊടുക്കില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. അതുവരെ 1-2 ദിവസം ഞാനിവിടെ തന്നെ നിൽക്കാം. ജ്യോതി, നീ എന്തിനിങ്ങനെ വിഷമിക്കുന്ന? നീ സത്യസന്ധമായി അവനെ സ്നേഹിച്ചിരുന്നല്ലേ? അവനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നല്ലേ? മനു ഇപ്പൊ പഴയ ആളൊന്നുമല്ല. അവനിപ്പോ ഒരു പൊസിഷനിലായിരിക്കുന്നത്. അവന് വേണമെങ്കിൽ ഒന്നും തുറന്നു പറയാതെ മുന്നോട്ട് പോവുകയും ചെയ്യായിരുന്നു. പക്ഷെ അവൻ നിന്നെ കാത്തിരുന്നില്ലേ? ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാന്ന് തീരുമാനിച്ചില്ലേ? നോക്ക്, ഞാനും അമ്മയും എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ തവണ വഴക്കടിച്ചിട്ടുണ്ട് നിനക്കൊരു വിവാഹം ഉണ്ടാവാൻ വേണ്ടി. പെണ്ണ് കാണൽ വരെ നടത്തിയതല്ലേ? അവിടെയൊക്കെ എന്തോ ഒരു തടസ്സം വന്നു. ആ തടസ്സത്തിന്റെ അർത്ഥം നിത്യേച്ചിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മോളെ. ഇങ്ങനെ ഒരാൾ വരാനുള്ള കാരണം കൊണ്ട്. നിത്യേച്ചി, പക്ഷെ എനിക്കെന്തോ ഇപ്പോഴും ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാ. അന്ന് എന്തൊക്കെ നടന്നു, എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. മോളെ, അതിനൊക്കെയുള്ള ഉത്തരം കൊണ്ടല്ലേ മനു വന്നത്. ഇതൊക്കെ നിന്റെ നല്ലതിനു വേണ്ടിയാ.